നെല്ലിക്കുഴി പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥികൾ നോമിനേഷൻ നൽകി. നെല്ലിക്കുഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്നും നൂറുകണക്കിന് UDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രകടനമായി എത്തിയാണ് സ്ഥാനാർത്ഥികൾ നോമിനേഷൻ നൽകിയത്. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി PAM ബഷീർ, ബ്ലോക്ക് സ്ഥാനാർത്ഥികളായ രഹന നൂറുദ്ദീൻ, ശ്രീദേവി ബാബു, വൃന്ദ മനോജ്, UDF നേതാക്കളായ PM സക്കറിയ, KM കുഞ്ഞുബാവ, അലി പടിഞ്ഞാറച്ചാലിൽ, സുരേഷ് ആലപ്പാട്ട്, നാസർ വട്ടേക്കാടൻ, MA കരീം, CM മീരാൻ, KM ആസാദ്, CV സൈനുദ്ദീൻ, KM ഹാരിസ്, MV റജി, PA ഷിഹാബ്, വിനോദ് K മേനോൻ തുടങ്ങി നിരവധി നേതാക്കൾ സ്ഥാനാർത്ഥികളോടൊപ്പം പ്രകടനത്തിൽ പങ്കെടുത്തു. UDFിന്റെ 17 സ്ഥാനാർത്ഥികൾ 3 മണിയോടുകൂടി പത്രികാ സമർപ്പണം പൂർത്തിയാക്കി. സൽജ ജോസ്, സനീറ നസീർ, നീതു ഷിബു, ആന്റണി ജോസഫ്, നിസ ഷിഹാസ്, സത്താർ വട്ടക്കുടി, MM അബ്ദുൽ കരീം, ഫൗസിയ ഷിയാസ്, അബു കൊട്ടാരം, സജന ഷംസുദ്ദീൻ, ഷാൻഡി റജി, സാബിറ ഷിഹാബ്, അൻഷാദ് MA, അജീന സുബൈർ, TP ഷിയാസ്, റുഖിയ സലീം എന്നിവരാണ് പത്രിക സമർപ്പിച്ചത്. പോളസ് ഡേവിഡ്, ലിലി പൗലോസ്, TC വിജയൻ നായർ, രാഹുൽ തങ്കപ്പൻ, അജീബ് ഇരമല്ലൂർ, അസീസ് മാമോളം, CK സത്യൻ എന്നീ UDF സ്ഥാനാർത്ഥികളും വാർഡ് 1-ൽ UDF പിന്തുണയോടെ മത്സരിക്കുന്ന പാഴൂർ മോളത്തെ പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥി അദീന K ജബ്ബാറും ഇനി പത്രിക സമർപ്പിക്കാനുണ്ട്. അടുത്ത ദിവസങ്ങളിലായി ബാക്കിയുള്ള UDF സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കുമെന്ന് നെല്ലിക്കുഴി മണ്ഡലം ചെയർമാൻ അലി പടിഞ്ഞാറച്ചാലിൽ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നെല്ലിക്കുഴി പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, UDFിന്റെ സ്ഥാനാർത്ഥികൾ ഭൂരിഭാഗം പേരും ഇന്ന് നോമിനേഷൻ കൊടുക്കുകയാണ്. വലിയ വിജയപ്രതീക്ഷയാണ് UDF നേതൃത്വത്തിനുള്ളത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.